എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുത്ത ഈ ഒരു ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ ചോളം കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റിയുമാണോ. അതുമല്ല ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ 2 സ്വീറ്റ് കോണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സ്വീറ്റ് കോൺ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ വളരെ സിമ്പിളാണ് കേട്ടോ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ട്. ഇനി ഈ സ്വീറ്റ് കോൺ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതൊരു 10 മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുക്കുക. 10 മിനിറ്റിന് ശേഷം ഇത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്കൊരു മസാലപ്പൊടി റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് മുളക് പൊടിയും ഗരം മസാല പൗഡറും കായപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഡിപ്പില്ലേ അത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗട്ടും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത സ്വീറ്റ് കോൺ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് നല്ല ഉറപ്പുള്ളതായതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 സ്വീറ്റ് കോണും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ സ്വീറ്റ് കോണിൻ്റെ പീസസ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തിട്ടെടുക്കുക. 10 മിനിറ്റിന് ശേഷം ഈ സ്വീറ്റ് കോൺ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ മുല്ലമുട്ട് പോലെ എന്നൊക്കെ പറയില്ല, അതുപോലെ ഇത് അങ്ങോട്ട് ആയി വരും കേട്ടോ. ഇനി ഈ ഫ്രൈ ചെയ്തെടുത്ത സ്വീറ്റ് കോൺ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത മസാലപ്പൊടികളില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് ഈ ബോക്സ് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക. ഈ മസാലപ്പൊടികൾ ഈ സ്വീറ്റ് കോണിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങളിനി സ്വീറ്റ് കോൺ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. നമ്മൾ സാധാരണ ചോളം കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റിയുമാണ്. അതുപോലെ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.